നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. നിരന്തരം വൈദ്യുതി ലൈനിൽ മരം വീണ് വൈദ്യുതി വിതരണം, കേബിൾ TV സംപ്രേഷണം, നെറ്റ് എന്നിവ തടസ്സപ്പെടുന്നതായി നാട്ടുകാരുടെ പരാതി. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് 50% വരെ കുറച്ചു. പുതിയ നിരക്ക് ഓഗസ്റ്റ് 1 മുതൽ നിലവിൽ വരും. കേന്ദ്ര ബജറ്റിൽ കേരളത്തിനെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് AG's ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തിൽ ഒല്ലൂർ സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റ് മരോട്ടിച്ചാൽ ട്രൈബൽ നഗറിൽ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. വാർത്തകൾ വിശദമായി. വൈദ്യുതി ലൈനിലേക്കും റോഡിലേക്കും തുടർച്ചയായി മരങ്ങൾ കടപുഴകിയും ഒടിഞ്ഞും വീഴുന്നത് മണ്ണുത്തി മേഖലയിൽ വൈദ്യുതി വിതരണവും കേബിൾ TV നെറ്റ് വിതരണവും നഷ്ടപ്പെടുത്തുന്നു. മണ്ണുത്തി ചിറക്കാക്കോട് മാടക്കത്ര മൂലയിൽ മരം വൈദ്യുതി ലൈനിലേക്ക് വീണ് കഴിഞ്ഞ രാത്രി മുതൽ നേരം പുലരും വരെ വാഹന ഗതാഗതം തടസ്സപ്പെടുകയും വൈദ്യുതി വിതരണം നിലയ്ക്കുകയും ചെയ്തു. വ്യാഴാഴ്ച രാവിലെ നാട്ടുകാരും KECB ജീവനക്കാരും പഞ്ചായത്ത് അംഗം സോഫി സോജന്റെ സാന്നിധ്യത്തിലാണ് മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ദിവസവും മരങ്ങൾ വൈദ്യുതി ലൈനിൽ വീണ് വൈദ്യുതിയും കേബിൾ TVയും നെറ്റും ഇല്ലാതാകുന്നത് ഏറെ പ്രയാസം സൃഷ്ടിക്കുന്നു. കാർഷിക സർവകലാശാലയിലെ മരങ്ങൾ റോഡിലേക്ക് ഏത് സമയത്തും വീഴാവുന്ന നിലയിൽ നിൽക്കുന്നത് അടിയന്തരമായി മുറിച്ചു നീക്കണം. പ്രകൃതി സ്നേഹം നാട്ടുകാർക്ക് ദ്രോഹമാകാതെ ശ്രദ്ധിക്കണമെന്നും ഭയം കൂടാതെ റോഡിലൂടെ സഞ്ചരിക്കാനുള്ള സൗകര്യം ഒരുക്കാൻ അധികൃതർ തയ്യാറാകണമെന്നും വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, പഞ്ചായത്ത് അംഗം സോഫി സോജൻ എന്നിവരും നാട്ടുകാരും ആവശ്യപ്പെട്ടു. മഴക്കാലത്തും അല്ലാത്തപ്പോഴും ഒരു ചെറിയ കാറ്റൂതിയാൽ മരങ്ങൾ കടപുഴകിയും ഒടിഞ്ഞും വീണ് ദിവസവും വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്നു. നാട്ടുകാർക്ക് ഉപദ്രവം മാത്രമല്ല, KECBക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടവും ഇതുമൂലമുണ്ടാകുന്നു. ഇനിയും വലിയ ദുരന്തങ്ങൾ ഉണ്ടാകും മുൻപ് അടിയന്തര പരിഹാരമുണ്ടാകണം. ഗ്രാമപഞ്ചായത്തില് നമ്മുടെ മഴക്കരയിലേക്ക് പോകുന്ന വഴിയിൽ കശ്മാവുമൂലയിൽ വെച്ച് ഇന്നലെ രാത്രി അവിടെ നിന്നിരുന്ന ഒരു മരത്തിൻ്റെ വലിയൊരു കൊമ്പ് റോഡിലേക്ക് വീഴുകയും ഗതാഗതം, അതുപോലെ തന്നെ നമ്മുടെ KECBയുടെ പോസ്റ്റ് ഒടിയ, അതുപോലെ തന്നെ നമ്മുടെ കേബിളുകൾ എല്ലാം നമുക്ക് താറുമാറായിട്ടാണ് കിടന്നിരുന്നത്. ഇന്ന് നമ്മളെ ഉടനടി പഞ്ചായത്തിൽ ഇതിൻ്റെ വിവരം അറിയിക്കുകയും അതിന് ബന്ധപ്പെട്ട അധികാരികളുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇന്ന് രാവിലെ തന്നെ എത്രയും പെട്ടെന്ന് ഗതാഗത തടസ്സം മാറ്റി പുനഃസ്ഥാപിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അവസരത്തിൽ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ യൂണിവേഴ്സിറ്റിയോട് ചേർന്നിട്ടുള്ള പല അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരങ്ങൾ പലതവണ നമ്മൾ അധികാരികൾക്ക് നിർദ്ദേശം പഞ്ചായത്തിൽ നിന്ന് കൊടുത്തിട്ട് പോലും ഇത് ലാഘവത്തോടെ കാണുന്ന ഒരു രീതി ഇപ്പോഴും അവലംബിച്ച് വരുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ള നാട്ടുകാരുടെയും അതുപോലെ തന്നെ ഇതിനോട് ബന്ധപ്പെട്ട ഒത്തിരി പേരുടെ ഒരു സഹകരണം ഈ ഒരു അവസരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിനൊക്കെ എല്ലാത്തിനും അവരോട് ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. മാന്നാമംഗലം കൊളാംകുണ്ടയിൽ വൈദ്യുതി ലൈനിലേക്ക് തെങ്ങ് കടപുഴകി വീണു. 11 kV ലൈൻ തകരാറിലായതോടെ പ്രദേശത്തെ വൈദ്യുതി വിതരണം ഏറെ നേരം തടസ്സപ്പെട്ടു. പുത്തൂർ പഞ്ചായത്ത് മാന്നാമംഗലം കൊളാംകുണ്ടിലാണ് സംഭവം. കൊളാംകുണ്ട് ചെന്നായ്പാറ റോഡിന് കുറുകെ വീണ തെങ്ങ് വൈദ്യുതി ലൈനിൽ തങ്ങി നിന്നതിനാൽ ഗതാഗത തടസ്സമുണ്ടായില്ല. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നിരുന്ന തെങ്ങ് കഴിഞ്ഞ രാത്രിയിൽ കടപുഴകി വൈദ്യുതി ലൈനിലേക്ക് വീഴുകയായിരുന്നു. തെങ്ങ് വീണതോടെ പോസ്റ്റ് ഒടിഞ്ഞ് 11 kV ലൈൻ തകരാറിലായി. പ്രദേശത്തെ വൈദ്യുതി വിതരണവും ഏറെ നേരം തടസ്സപ്പെട്ടു. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ലൈനിലേക്ക് വീണ തെങ്ങ് മുറിച്ചു നീക്കി. പട്ടിക്കാട് KECB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് തകരാർ പരിഹരിച്ച് വൈദ്യുതി വിതരണം പുനഃസ്ഥാപിച്ചത്. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറച്ചു. 60% വരെ ഇളവ്. പുതിയ നിരക്കുകൾ ഓഗസ്റ്റ് 1 മുതലാണ് നിലവിൽ വരിക. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു. 60% വരെ കുറവ്. 80 ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളെ ഫീസിൽ നിന്ന് ഒഴിവാക്കി. 81 സ്ക്വയർ മീറ്റർ മുതൽ 300 സ്ക്വയർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് 50% കുറയ്ക്കുന്ന രീതിയിലാണ് പുതിയ നിരക്ക്. കോർപ്പറേഷനിൽ 81 മുതൽ 150 ചതുരശ്ര മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് 60% കുറയ്ക്കും.
പുതിയ നിരക്കുകൾ ഓഗസ്റ്റ് 1 മുതൽ നിലവിൽ വരും. ഗ്രാമപഞ്ചായത്തുകളിൽ 81 മുതൽ 150 സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് സ്ക്വയർ മീറ്ററിന് 50 രൂപയിൽ നിന്ന് 25 രൂപയായി കുറയ്ക്കും. മുനിസിപ്പാലിറ്റികളിലെ നിരക്ക് 70 നിന്ന് 35ആയും കോർപ്പറേഷനിൽ 100 നിന്ന് 40 രൂപയുമായാണ് കുറയ്ക്കുന്നത്. 151 മുതൽ 300 സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ ഫീസ് പഞ്ചായത്തുകളിൽ 100 രൂപ എന്നതിൽ നിന്ന് 50ആയും മുനിസിപ്പാലിറ്റികളിൽ 120 നിന്ന് 60 രൂപയായും കോർപ്പറേഷനിൽ 150 നിന്ന് 70 രൂപയുമായുമാണ് കുറയ്ക്കുന്നത്. 300 സ്ക്വയർ മീറ്ററിന് മുകളിലുള്ള വീടുകളുടെ നിരക്ക് പഞ്ചായത്തുകളിൽ 150 നിന്ന് 100 രൂപയായും കുറയ്ക്കും. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും 200 നിന്ന് 150 ആകും. വ്യവസായ വാണിജ്യ കെട്ടിടങ്ങളുടെ നിരക്കിലും 58% വരെ കുറവുണ്ട്. 2023 ഏപ്രിൽ 1 മുൻപ് താമസം, മറ്റുള്ളവ എന്നീ 2 വിഭാഗങ്ങളിലായിരുന്നു നിലവിലുണ്ടായിരുന്നത്. എല്ലാ വിസ്തീർണത്തിനും ഒരേ നിരക്കായിരുന്നു. 2023 ഏപ്രിൽ 1 വിസ്തീർണത്തിന്റെ അടിസ്ഥാനത്തിൽ 3 സ്ലാബുകളിലാക്കി തിരിച്ച് വ്യത്യസ്ത നിരക്ക് ഏർപ്പെടുത്തി. താമസം, വ്യവസായം, വാണിജ്യം എന്നീ 4 വിഭാഗങ്ങളെയും കെട്ടിടങ്ങളെ തരം തിരിച്ച് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിങ്ങനെ വ്യത്യസ്തമായ നിരക്കായിരുന്നു. ഈ ക്രമീകരണം തുടരും. കേരളത്തിൽ നിലവിലുള്ള പെർമിറ്റ് ഫീസ് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ പെർമിറ്റ് ഫീസാണ് എന്ന വസ്തുത നിലനിൽക്കെ തന്നെയാണ് സർക്കാർ ജനങ്ങളുടെ ആവശ്യം മുൻനിർത്തി പകുതിയിലേറെ കുറയ്ക്കാൻ തയ്യാറാകുന്നത്. വ്യാഴാഴ്ച ഉച്ചയ്ക്കുണ്ടായ മഴയിലും കാറ്റിലും തേറമ്പം പാണ്ടിപ്പറമ്പ് റോഡിൽ പവർ ഗ്രിഡ് കോമ്പൗണ്ടിലേക്ക് മരം വീണു. കടപുഴകി വീണ മരം വൈദ്യുതി ലൈനിലേക്ക് വീണതു കാരണം നിരവധി പോസ്റ്റുകൾ തകർന്നു. വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. മാടക്കത്ര പഞ്ചായത്ത് ഓഫീസ് റോഡിലും വൈദ്യുതി ലൈനിലേക്ക് മരം വീണു. KEB ജോലിക്കാർ സ്ഥലത്തെത്തി മരങ്ങൾ മുറിച്ചു നീക്കി. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജൂലൈ 27 CMS സ്കൂൾ പരിസരത്ത് നിന്നും തെക്കേ ഗോപുര നടയിലേക്ക് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന ധർണ സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റ് ഡെന്നി കെ ഡേവിഡ് അധ്യക്ഷത വഹിക്കും. ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരണം അവസാനിപ്പിക്കുക, കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭ്യമാക്കുക, വിദ്യാഭ്യാസ മേഖലയ്ക്കുള്ള കേന്ദ്ര വിഹിതം വർദ്ധിപ്പിക്കുക, ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക, സ്കൂൾ ഉച്ചഭക്ഷണ തുക കാലോചിതമായി പരിഷ്കരിക്കുക, എല്ലാ വിദ്യാർത്ഥികൾക്കും പാഠപുസ്തകം, യൂണിഫോം, ഉച്ചഭക്ഷണം എന്നിവ നൽകുക, വിദ്യാലയങ്ങളിൽ ലൈബ്രറിയൻ, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ, കലാകായിക അധ്യാപകർ എന്നിവരെ നിയമിക്കുക, പ്രീ പ്രൈമറികളെ അംഗീകരിക്കുക, എയ്ഡഡ് അധ്യാപക നിയമനങ്ങൾ PSCക്ക് വിടുക, അധ്യാപകരുടെ ജോലി സംരക്ഷണം ഉറപ്പുവരുത്തുക, അംഗീകാരമില്ലാത്ത വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടുക, തുടർച്ചയായ 6 പ്രവൃത്തി ദിവസങ്ങൾ ഒഴിവാക്കുക തുടങ്ങി 40ഓളം അവകാശങ്ങൾ ഉയർത്തിയാണ് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രക്ഷോഭത്തിനിറങ്ങുന്നത്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി K പ്രമോദ്, CA നസീർ, ജില്ലാ പ്രസിഡന്റ് ഡെന്നി കെ ഡേവിസ്, സാജൻ ഇഗ്നേഷ്യസ് എന്നിവരും പങ്കെടുത്തു. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU തൃശൂർ ജില്ലാ കമ്മിറ്റി നടത്തിയ PWD മാർച്ചും ധർണയും സംസ്ഥാന സെക്രട്ടറി RV ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് T ശ്രീകുമാർ അധ്യക്ഷനായി. CITU ജില്ലാ സെക്രട്ടറി T സുധാകരൻ, ജിനി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. PT പ്രസാദ് സ്വാഗതവും EV ഉണ്ണികൃഷ്ണൻ നന്ദിയും അറിയിച്ചു. 2010 സുപ്രീം കോടതി വിധിയും 2014 കേന്ദ്ര നിയമവും 2018 സംസ്ഥാന നിയമവും മറികടന്ന് വഴിയോര കച്ചവട തൊഴിലാളികളെ അന്യായമായി ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്ന PWD ഉദ്യോഗസ്ഥരുടെ നയങ്ങൾക്കെതിരെയായിരുന്നു മാർച്ചും ധർണയും. നമുക്കറിയാം 2002 വിധി പകർത്തി എഴുതി കൊടുക്കുമ്പോൾ അതിനുശേഷം 2010 സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി മനഃപൂർവ്വം കാണാതെയാണ് ഈ ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിലുള്ള ചില അന്യായമായ ഒഴിപ്പിക്കലിന് ആവശ്യമായ ചില ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അതൊക്കെ ഒന്ന് ഉദ്യോഗസ്ഥന്മാരെ ബോധ്യപ്പെടുത്താനും ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താനും തൊഴിലാളികൾക്ക് പറയാനുള്ളത് കേൾക്കാനും തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്യായമായ ഒഴിപ്പിക്കലുകൾക്കെതിരെയുള്ള അതിശക്തമായ പ്രക്ഷോഭത്തിന് വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ തയ്യാറെടുക്കുകയാണ് എന്നുള്ളതിന്റെ സൂചനയായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട വഴിയോര കച്ചവട തൊഴിലാളികൾ ഈ സമരത്തിന് തയ്യാറായിട്ടുള്ളതെന്ന് മാത്രമാണ് എനിക്കിവിടെ നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ എന്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ സമരം ഇടവേള. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി.
35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ് ഓർത്തോ ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. പൂച്ചട്ടി AKM ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്ന വിമുക്തി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ഫോൺ നമ്പറുകൾ രേഖപ്പെടുത്തിയ ബോർഡ് പൊതുജന അറിവിലേക്ക് സ്ഥാപിക്കാൻ തീരുമാനം. ബോർഡ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച ആലോചനാ യോഗത്തിൽ വാർഡ് മെമ്പർ അഭിലാഷ് PK അധ്യക്ഷത വഹിച്ചു. നടത്തറ ഫാർമേഴ്സ് ബാങ്ക് പ്രതിനിധി ML ബേബി, ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ പ്രതിനിധികളായ സന്തോഷ് CS, ജോയ് TR, ഹെഡ്ലോഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ പ്രതിനിധി ജൈലോഫർ ദാസ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ പരിസരത്തും പ്രധാന കവലകളിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന അവശ്യ നമ്പറുകൾ രേഖപ്പെടുത്തിയ ബോർഡ് സ്ഥാപിക്കാൻ തീരുമാനിച്ചു. സ്കൂൾ ഹെഡ്മിസ്റ്റേഴ്സ് PB ബബിത, വിമുക്തി ക്ലബ് കൺവീനർ V ബിന്ദു, സന്ധ്യ രാഘവൻ, സുദർശൻ AV, വിദ്യാർത്ഥി പ്രതിനിധികളായ മഞ്ഞ KM, അജൽ KV, ജീസ്പോൾ സജി എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. ഓല ഇലക്ട്രിക് ടെക്നോളജീസ് കമ്പനിയിൽ നിന്നും വരന്തരപ്പള്ളി സ്വദേശിയായ ജോസഫ് വാങ്ങിയ 2 ഇലക്ട്രിക് ഓല സ്കൂട്ടർ തകരാറായി കമ്പനി ഷോറൂമിൽ ഏൽപ്പിച്ചിട്ടും തകരാർ പരിഹരിച്ചു നൽകിയിട്ടില്ലെന്ന് പരാതി. ചാലക്കുടി പോട്ടയിലെ ഷോറൂമിൽ നിന്നും എടുത്ത വാഹനം കേടുവന്ന് ഷോറൂമിൽ എത്തിച്ചു നൽകിയിട്ടും വാഹനം റോഡരികിൽ ഇട്ടിരിക്കുകയാണ്. എല്ലാ ജില്ലകളിലെയും ഓല ഹബ്ബുകളിലും അവരുടെ ഷോറൂമുകളുടെ റോഡരികിലും നിരവധി വാഹനങ്ങൾ കെട്ടിക്കിടക്കുന്നു. സർവീസ് ചെയ്യാൻ സൗകര്യമില്ല, സ്പെയർ പാർട്ട് കിട്ടാനുമില്ല തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞ് ഉപഭോക്താക്കളെ വഞ്ചിക്കുന്നു. ചാലക്കുടി ചേരാനല്ലൂർ പോലീസിൽ പരാതി നൽകി 1 മാസമായിട്ടും വാഹനം ശരിയാക്കി കിട്ടിയിട്ടില്ല. വാഹനത്തിന്റെ വിലയും മറ്റ് ചിലവുകൾക്കും പുറമെ റോഡ് സൈഡ് അസിസ്റ്റ് എന്ന് പറഞ്ഞ് 4000 രൂപ വീതം ഓരോ വണ്ടിക്കും വാങ്ങിയെടുത്തിട്ടും തകരാർ വന്ന വണ്ടിയുടെ തകരാർ പരിഹരിച്ചു തരുന്നില്ല എന്ന് ജോസഫ് പറയുന്നു. മനഃപൂർവ്വം ജനങ്ങളെ വഞ്ചിക്കുന്നതിനെതിരെ കേരള സർക്കാർ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് കമ്മീഷണർ, ജില്ലാ കളക്ടർ, ചീഫ് സെക്രട്ടറി എന്നിവർക്ക് ജോസഫ് പരാതി നൽകി കാത്തിരിക്കുകയാണ്. എൻ്റെ പേര് ജോസഫ് M. മഞ്ഞളി ഓഫ് വരന്തരപ്പള്ളി. ഞാൻ ഓല ഇലക്ട്രിക്കിൽ നിന്ന് ഓല SN Pro ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തിരുന്നു. ഒരു 3 മാസത്തിനുള്ളിൽ നിരവധി കംപ്ലൈൻറ്റുകൾ വന്നു കയറ്റി. അവർ വണ്ടിയുടെ ബാറ്ററി പോയെന്ന് പറഞ്ഞു. ബാറ്ററി അവർ ശരിയാക്കി തന്നില്ല. 3 മാസം കഴിഞ്ഞിട്ട് ശരിയാക്കി വേണ്ടി തന്നെ രണ്ടാമത് വണ്ടി എടുത്തു. ഈ രണ്ടാമത് വണ്ടി എടുത്ത് ഓല ഷോറൂമിൽ നിന്നാണ്. അവിടെയാണെങ്കിൽ ഒരു പാർക്കിംഗ് സൗകര്യം ഒന്നുമില്ല. വണ്ടി അവർ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിന് ശേഷമാണ് നമുക്ക് ജോബ് കാർഡ് വന്നത്. പോട്ട ഷോറൂം ചാലക്കുടി മുനിസിപ്പാലിറ്റിയിലും ചാലക്കുടി പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തു. അതിനുശേഷമാണ് വണ്ടി ഇലക്ട്രിക് സ്കൂട്ടർ അവരവിടെ നന്നാക്കി തരാൻ തയ്യാറായിട്ടുള്ളത്. ഇതൊരാഴ്ച ഏറ്റവും വണ്ടി പുറത്തിരിക്കുകയാണ് ഗാരേജിൽ. ഒരു ഗാരേജും സൗകര്യങ്ങളും അവർക്കില്ല. എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് ഒരു അന്വേഷണം നടത്തി ജനങ്ങളൊരു പരാതി പരിഹാര സെൽ
രൂപീകരിച്ച് വേണ്ട നടപടി സ്വീകരിക്കണമെന്നും രജിസ്ട്രേഷൻ നിർത്തിവെച്ച് സ്പെയർ പാർട്സുകൾ ലഭ്യമാക്കണമെന്നും ഗവൺമെന്റിനോട് അപേക്ഷിക്കുന്നു. കേരളത്തെ അവഗണിക്കുന്ന കേന്ദ്ര ജനദ്രോഹ ബജറ്റിനെതിരെ CPI ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണ്ണുത്തിയിൽ പ്രതിഷേധം. മണ്ണുത്തി സെന്ററിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പറയേരി ഉദ്ഘാടനം ചെയ്തു. CPI ഒല്ലൂർ മണ്ഡലം സെക്രട്ടറി PD റെജി അധ്യക്ഷത വഹിച്ചു. കനിഷ്കൻ വല്ലൂർ, എൽദോ ME, അഖിൽ PS എന്നിവർ സംസാരിച്ചു. സനിൽ PR, മാർട്ടിൻ നാഥൻ, മുരളി TS എന്നിവർ നേതൃത്വം നൽകി. ലഭിക്കാത്ത സാഹചര്യം നമ്മളെ ഇപ്പോൾ ഇവിടെ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. 25,000 കോടി രൂപ നമുക്ക് ലഭിക്കാനിരിക്കെ കേരളത്തിന് മാന്യമായ വിഹിതം ലഭിക്കാതെ കേരളം എന്നൊരു വാക്ക് പോലും ആ ബഡ്ജറ്റിനകത്ത് പറയാത്ത സാഹചര്യമുണ്ട്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ പൂർണ്ണമായും മാറ്റുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം എന്ന് നമുക്കറിയാം. അവിടെയാണ് ഈ തൃശ്ശൂരിനകത്ത് BJPയുടെ ഒരു MP ഉണ്ടായിട്ടുള്ളത്. BJPയുടെ MP സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിലെല്ലാം പറഞ്ഞിരുന്നു, ഈ കേരളത്തിലേക്ക് ഒട്ടനവധി കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ ഒട്ടനവധി മെട്രോ ഉൾപ്പെടെയുള്ള എയിംസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നിട്ടാണ് വോട്ട് ചെയ്ത് രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഇവിടെ നിന്ന് വിജയിച്ചു പോയത് എന്ന് നമുക്കറിയാം. എന്നാൽ ആ സാഹചര്യത്തിനകത്ത് നിൽക്കുമ്പോൾ ആദ്യമായി അദ്ദേഹം ഒരു റെയിൽവേ സഹമന്ത്രി കൂടിയായിരുന്ന സാഹചര്യത്തിൽ പോലും ഈ കേരളത്തിനകത്ത്, ഈ തൃശ്ശൂരിനകത്ത് ആ ഒരു രൂപയുടെ ബഡ്ജറ്റിനകത്ത് ഉൾപ്പെടുത്താത്ത സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. തീർത്തും കേരളത്തെ ഒറ്റപ്പെടുത്തുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിനകത്ത് നാം നിലനിൽക്കുമ്പോൾ ഇവിടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ജൈവ കാർഷിക മേഖലയെ വലിയ തോതിൽ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ ഈ ബഡ്ജറ്റിനകത്ത് പറയുന്നത്. യുവാക്കളെ പൂർണ്ണമായും വഞ്ചിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഈ കേരളത്തെ മാത്രമല്ല കേരളത്തോടൊപ്പം നിൽക്കുന്ന ഇടതുപക്ഷത്തെ ഒപ്പം നിൽക്കുന്ന പല സംസ്ഥാനങ്ങളിലും, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന പല സംസ്ഥാനങ്ങളിലും വേണ്ടത്ര രീതിയിലുള്ള പരിഗണന നൽകിയിട്ടില്ല എന്ന് നമുക്കറിയാം. തീർച്ചയായും ഇത് വലിയ പ്രതിഷേധം രാജ്യമാകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ബജറ്റ് അവഗണനയ്ക്കെതിരെ തൃശൂർ AG's ഓഫീസിൽ മുസ്ലിം ലീഗ് നടത്തിയ മാർച്ചും ധർണയും സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി PM അമീർ, ഭാരവാഹികളായ RV അബ്ദുറഹീം, KA ഹാറൂൺ റഷീദ്, PK ഷാഹുൽ ഹമീദ്, PK അബൂബക്കർ, II അബ്ദുൾ മജീദ്, C അഷ്റഫ് എന്നിവർ പ്രസംഗിച്ചു. TK സെയ്ദലവി, MV ഷക്കീർ, RA അബ്ദുൾ മനാഫ്, KA ഷൌക്കത്ത് അലി, നൌഷാദ് കൊടുങ്ങല്ലൂർ, മീരാസ വെട്ടുക്കൽ, C അബ്ദുട്ടി ഹാജി, C സുൽത്താൻ ബാബു, N ഹംസ, PV ഉമ്മർ കുഞ്ഞ്, EH യൂസഫ്, PM ഷെരീഫ്, KS റമലത്തലി, നിസാർ പുത്തൻചിറ, CK ബഷീർ, ഇസ്മയിൽ ഹാജി കൊടകര, KK ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. പുറത്തും ശക്തമായ പ്രതിഷേധം കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണ്. നമ്മളും വലിയ പ്രതിഷേധത്തിന്റെ ഒരു തുടക്കം മാത്രം ഇന്നിവിടെ തുടങ്ങുകയാണ്. നമുക്കറിയാം എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും എല്ലാ വിഭാഗം ആളുകൾക്കും ഒരുപോലെ അനുഭവിക്കേണ്ട നമ്മുടെ സമ്പത്ത് അതിൽ വിവേചനം കാണിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് അവരുടെ അധികാരം നിലനിർത്താൻ വേണ്ടി ചില പ്രദേശങ്ങളിലേക്ക് മാത്രം, പ്രത്യേകിച്ച് ആന്ധ്രയും ബീഹാറും ഉൾപ്പെടെയുള്ള അവരുടെ ഘടകകക്ഷികളായി താൽക്കാലികമായെങ്കിലും നിലനിൽക്കുന്ന കക്ഷികൾക്ക് അവരുദ്ദേശിക്കുന്നതും അല്ലാത്തതുമായ രീതിയിൽ അവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തെ അവരുടെ അധികാരം, ഫാസിസ്റ്റുകളുടെ അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ബഡ്ജറ്റാക്കി ഇതിനെ മാറ്റിയിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഒല്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റ് മറൂട്ടിച്ചാൽ ട്രൈബൽ നഗറിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തി. KPCC ജനറൽ സെക്രട്ടറി O അബ്ദുറഹ്മാൻ കുട്ടി കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ജോസ് പറമ്പൻ പദ്ധതി വിശദീകരണം നടത്തി. ഊരുമൂപ്പത്തി ശാന്ത ശിവരാമൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ DCC ജനറൽ സെക്രട്ടറി ML ബേബി, പുത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സിനോയ് സുബ്രഹ്മണ്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നന്ദൻ കുന്നത്ത്, പഞ്ചായത്ത് അംഗം ആരോഷ് TA, കാവ്യ രഞ്ജിത്ത്, പൌലോസ് ചെരടായി, വിനീഷ് പ്ലാശ്ശേരി, ഷാൻസ് പൌലോസ് എന്നിവർ സംസാരിച്ചു. മാർത്തോമ ഗേൾസ് ഹൈസ്കൂൾ മാർത്തോമ സഖ്യം പ്രവർത്തന സംഗമം, കർക്കിടകത്തിലെ ആരോഗ്യ ചിന്തകൾ ബോധവൽക്കരണ ക്ലാസ് ഔഷധി സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ KS രജിതൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ പരിപാലനവും ജീവിതശൈലികളെയും കുറിച്ച് അദ്ദേഹം കുട്ടികളുമായി സംവദിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ ലീന തോമസ് അധ്യക്ഷയായി. സഖ്യം തൃശൂർ യൂണിയൻ സഹരക്ഷാധികാരി TT പോൾ ഭാരവാഹികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
സഹകാരി ഫോറം കൺവീനർ KB പ്രമോദ്, യൂണിറ്റ് സഹകാരി MV പ്രിൻസി, പ്രസിഡന്റ് സർഹ എലിസബത്ത് B, സെക്രട്ടറി മീര മണി എന്നിവർ പ്രസംഗിച്ചു. മറ്റൊരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി, മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വാർത്തകളിലേക്ക് വീണ്ടും. തിരുവനന്തപുരം കൈത്തറി വസ്ത്ര ഡയറക്ടറേറ്റിന്റെയും തൃശൂർ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ കൈത്തറി തൊഴിലാളികൾക്കുള്ള ആരോഗ്യ പരിശോധനാ ക്യാമ്പിന്റെ ജില്ലാതല ഉദ്ഘാടനവും ആരോഗ്യ പരിശോധനയും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷയായി. ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജർ ലിനോ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വ്യവസായ കേന്ദ്രം ഡെപ്യൂട്ടി രജിസ്ട്രാർ EP ഹരീഷ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ VG വനജകുമാരി, ചേർപ്പ് കൈത്തറി സംഘം പ്രസിഡന്റ് U മായ, ജില്ലാ വ്യവസായ കേന്ദ്രം സഹകരണ ഇൻസ്പെക്ടർ ശാരിക C സുകുമാരൻ എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ വിവിധ സംഘങ്ങളിലെ നെയ്ത്ത് തൊഴിലാളികളുടെ ആരോഗ്യ പരിശോധനയും നേത്രപരിശോധനയും സംഘടിപ്പിച്ചു. കൃഷിയിടത്തിൽ വച്ച് കർഷകൻ ഷോക്കേറ്റ് മരിച്ചു. വെള്ളക്കാരിത്തടം സ്വദേശി കൊളത്താപ്പള്ളി വേലായുധന്റെ മകൻ ശിവദാസനാണ് മരിച്ചത്. 56 വയസ്സ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് പരിസരത്തെ കൃഷിയിടത്തിൽ വച്ചാണ് ഷോക്കേറ്റത്. മൃതദേഹം വൈകിട്ട് വീട്ടിൽ സംസ്കരിക്കുന്നു. ആം ആദ്മി പാർട്ടി തൃശൂർ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ മാതൃഭൂമി ഓഫീസിന്റെ അടുത്തുള്ള മരണക്കുഴികൾ നികത്തി കോർപ്പറേഷനെതിരെ ഒരു വേറിട്ട പ്രതിഷേധവുമായി പാർട്ടി തൃശൂർ മണ്ഡലം കമ്മിറ്റി. ശ്രദ്ധിക്കപ്പെട്ട കുഴികൾ ആം ആദ്മികൾ തന്നെ വാഹന അപകടങ്ങൾ ഒഴിവാക്കാൻ അടച്ചു. മനുഷ്യരുടെ നടുവൊടിക്കുന്ന കുഴികൾ താൽക്കാലികമായി അടച്ചും സുരക്ഷിതത്വം വരുത്തുകയും ചെയ്യുന്ന ഒരു പ്രതിഷേധമായി ആം ആദ്മി പാർട്ടി തൃശൂർ മണ്ഡലം കമ്മിറ്റി. മണ്ഡലം പ്രസിഡന്റ് ആന്റണി തട്ടിൽ നേതൃത്വം നൽകി. ജില്ലാ സെക്രട്ടറി ജിജോ ജേക്കബ് ഉദ്ഘാടനം നിർവഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് ടോജോ തിമോത്തി, അബ്ദുൾ മജീദ് എന്നിവരും ഉണ്ടായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നിരന്തരം വൈദ്യുതി ലൈനിൽ മരം വീണ് വൈദ്യുതി വിതരണം, കേബിൾ TV സംപ്രേഷണം, നെറ്റ് എന്നിവ തടസ്സപ്പെടുന്നതായി നാട്ടുകാരുടെ പരാതി. കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് 50% വരെ കുറച്ചു. പുതിയ നിരക്ക് ഓഗസ്റ്റ് 1 മുതൽ നിലവിൽ വരും. കേന്ദ്ര ബജറ്റിൽ കേരളത്തിനെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗ് AG's ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തിൽ ഒല്ലൂർ സബർമതി ചാരിറ്റബിൾ ട്രസ്റ്റ് മരോട്ടിച്ചാൽ ട്രൈബൽ നഗറിൽ ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.